ഇക്കഴിഞ്ഞ ജനുവരി 23 ബുധനാഴ്ച മനോരമ ന്യൂസിൽ വന്നൊരു വാർത്തയാണ്. തിരുവനന്തപുരം ആര്യൻകുഴിയിൽ ഒരു അമ്മയും മകളും സൂയിസൈഡ് ചെയ്തു. കാരണമാകട്ടെ ഭർത്താവിൻ്റെ വിദ്യപീഡനം. റീസൺ അദ്ദേഹത്തിൻ്റെ അന്ധവിശ്വാസം. ഷിഞ്ചിത ദീപക് ട്രെൻഡ് കാരണം ഈ വാർത്ത ശ്രദ്ധിക്കപ്പെട്ടില്ല. നമുക്ക് ഈ വാർത്തയൊന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം കമലേശ്വരം ആര്യൻകുഴിയിൽ ശാന്തി ഗാർഡൻ സെക്കൻഡ് സ്ട്രീറ്റിലെ സോമനന്ദനം വീട്. ഗൃഹനാഥൻ റിട്ടയർഡ് അഗ്രികൾച്ചർ ഡെപ്യൂട്ടി ഡയറക്ടർ എൻ രാജീവ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിക്കുന്നത്. ആ വീട്ടിൽ പിന്നീടുണ്ടായിരുന്നത് അമ്മയും മകളും മാത്രമാണ്. അമ്മ 56-കാരി SL സജിത, മകൾ 32-കാരി ഗ്രീമ എസ് രാജ്. പെട്ടവരെ അറിയിക്കാൻ അവരെഴുതിയ കുറിപ്പിൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ഗ്രീമയുടെ ഭർത്താവിനെതിരായ ഗുരുതര ആരോപണങ്ങൾ. BM ഉണ്ണികൃഷ്ണൻ എന്ന വ്യക്തി എത്രത്തോളം അവരെ വേദനിപ്പിച്ചുവെന്ന് ആ കുറിപ്പിൽ വ്യക്തമാണ്. 6 വർഷത്തെ മാനസിക പീഡനവും അവഗണനയുമാണ് അവരുടെ മരണത്തിന് കാരണം. തന്റെ മോളെ 25 ദിവസം ഉപയോഗിച്ച് ഉടുപ്പ് പോലെയാണ് ഉണ്ണികൃഷ്ണൻ എറിഞ്ഞതെന്ന് സജിത അതിൽ പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണനോട് കെഞ്ചിക്കരഞ്ഞിട്ടും ഗ്രീമയെ വേണ്ടെന്ന് പറഞ്ഞുവെന്നും കുറിപ്പിലുണ്ട്. നിസ്സാര കാരണങ്ങൾ മാത്രം പറഞ്ഞ് ഇത്രയും കാലം പിരിഞ്ഞു കഴിഞ്ഞുവെന്നും അതിലുണ്ട്. അപമാനഭാരം ഇനിയും സഹിക്കാൻ വയ്യ, മടുത്തു, മതിയായി. ആ കുറിപ്പ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അതോടുകൂടി ഉണ്ണികൃഷ്ണനെതിരെ സജിതയുടെ ബന്ധുക്കൾ രംഗത്ത് വന്നു. മരണത്തിന് കാരണം ഉണ്ണികൃഷ്ണനാണെന്ന് വ്യക്തമാക്കുന്ന മരണ സന്ദേശത്തിൽ ഇയാളുടെ 6 വർഷത്തെ ക്രൂര പീഡനങ്ങളെ പറ്റിയും വിവരമുണ്ട്. 200-ലധികം പവൻ സ്വർണവും വസ്തുവും വീടുമെല്ലാം നൽകിയാണ് ഗ്രീമ ഉണ്ണികൃഷ്ണനെ വിവാഹം കഴിക്കുന്നത്. ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം നാട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനെ ഗ്രീമ കണ്ടിരുന്നു. ഇവിടെ വെച്ച് ഇരുവരും തമ്മിൽ വഴക്കുണ്ടായെന്നും വിവാഹബന്ധം തുടരാനാകില്ലെന്നും പറഞ്ഞു. സജിത ആ ബന്ധുവീട്ടിൽ ബോധരഹിതയായി വീഴുന്ന സാഹചര്യവും ഉണ്ടായി. ബന്ധുക്കളും ഉണ്ണികൃഷ്ണനെതിരെ മൊഴി നൽകി. തുടർന്ന് ഉണ്ണികൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തു. ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. അയർലൻഡിൽ ജോലിയുള്ള ഉണ്ണികൃഷ്ണൻ രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിൽ പോലീസ് വിവരം കൈമാറി. മുംബൈ വിമാനത്താവളത്തിലെത്തിയ ഉണ്ണികൃഷ്ണനെ വിമാനത്താവള അധികൃതർ തടഞ്ഞുവെച്ചു. പൂന്തുറ പോലീസിന് ഉണ്ണികൃഷ്ണനെ കൈമാറി. ഉടനെ തന്നെ നാട്ടിലെത്തിക്കാനാണ് നീക്കം. പക്ഷെ ഇന്ന് പുറത്തു വന്നത് ഉണ്ണികൃഷ്ണനെതിരായ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അന്ധവിശ്വാസത്തിന്റെ പേരിൽ മകളുടെ ഭർത്താവ് നടത്തിയ പീഡനത്തിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നത്. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ വിദേശത്ത് ചെയ്യുന്ന PhD സമയത്ത് പൂർത്തിയാകാത്തത് ഭാര്യയുടെ ഐശ്വര്യക്കുറവ് കൊണ്ടാണെന്ന് പറഞ്ഞ് നിരന്തരം പീഡിപ്പിച്ചെന്നാണ് ബന്ധുക്കളുടെ മൊഴിയിൽ പറയുന്നത്. മുംബൈ അമ്മയ്ക്കും മകൾക്കും സൈനൈഡ് എവിടെ നിന്ന് കിട്ടി എന്നതിനെ കുറിച്ചും വലിയ ദുരൂഹത നിലനിൽക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സജിതയുടെയും ഗ്രീമയുടെയും മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ആ നാട് തേങ്ങി. ഇതിനൊരു അന്ത്യമില്ലേ? ഇനി എത്ര പെൺകുട്ടികൾ നമ്മൾ കുരുതി കൊടുക്കണം? ഒരച്ഛൻ ഒരായുസ് മുഴുവൻ സമ്പാദിച്ചത് സ്ത്രീധനമായി സ്വർണം, ആഡംബര കാറുകൾ, വീട്, വസ്തുവകൾ എന്നിവ നൽകിയിട്ടും നമ്മുടെ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ സേഫ് അല്ല. ഇങ്ങനെയുള്ളവർക്ക് കിട്ടുന്നതാകട്ടെ ജയിൽവാസം, അവിടെ ആകട്ടെ സുഭക്ഷണം, ഹൈ സാലറി. അത് കഴിഞ്ഞിറങ്ങിയാലോ അവർക്ക് നല്ലൊരു ജീവിതവും. ഇനി നമ്മുടെ പെൺമക്കളെ സേഫാക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ പെൺകുട്ടികളെ നമ്മുടെ വീട്ടിൽ തന്നെ നിർത്തി വളർത്തിയാൽ പോരെ? അതല്ലേ നല്ലത്? ഈ നാട്ടിൽ ഇതെന്ത് നിയമം, എന്ത് നീതി?